ഇപ്പോൾ മരിച്ച രാമചന്ദ്രന്റെ ബന്ധു ദേവിക ഹരികുമാർ ഒപ്പം ചേരുന്നുണ്ട്. ദേവിക, ഈ രാമചന്ദ്രൻ ആരാണ്? അമ്മയുടെ ആങ്ങള. അമ്മാവനാണ്. അപ്പോൾ എന്താണ് ഉണ്ടായത്? മാമനെ തിങ്കളാഴ്ച എന്നും രാവിലെ അപ്പച്ചി ഡയാലിസിന് കൊണ്ടുപോയി. ഒരു കുഴപ്പവും ഇല്ലാതെ പോയ ആളാ. അപ്പൊ രാവിലെ എന്ന് ഡയാലിസിന് 6 മണിയായപ്പോ കൊണ്ടുപോയി. 6 മണിയുടെ ഷിഫ്റ്റ് ആയിരുന്നു. കൊണ്ടുപോയി 1.5 മണിക്കൂർ ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ വിറയലുമായി, ഛർദില്, പിന്നെ വയറിളകി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും ഹരിപ്പാട് ഹോസ്പിറ്റലിന്റെ തന്നെ ഒബ്സർവേഷനിൽ മാമനെ മാറ്റി 5 മണി വരെ രാവിലെ 6 മണിക്ക് പോയ ആളെ 5 മണി വരെ ഹരിപ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. ഈ 5 മണിക്കിടയിൽ ഒരു ഡോക്ടർ വന്ന് തിരക്കുവോ എന്താ പറ്റിയത് അപ്പച്ചി ചെന്ന് പറയുമ്പോൾ അവർ മരുന്ന് എഴുതി കൊടുക്കുമെന്നല്ലാതെ ഒരു ഡോക്ടർ മാമന്റെ അടുത്ത് ചെല്ലുവോ? കാരണം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് പറ്റിയത്. അപ്പൊ വന്ന് തിരക്കുവോ ഒന്നും ചെയ്തില്ല. 5 മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചെന്ന് കുറഞ്ഞില്ലയോ ഒന്ന്. അപ്പം നോക്കിയപ്പോ മാമന് കൂടുതൽ. അപ്പാച്ചി പറഞ്ഞില്ല കുറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞെന്ന് അന്ന് വണ്ടാനത്തോട്ട് പൊക്കോ, അവിടെ ICU ഉണ്ട്, വണ്ടാനത്ത് ICUലോട്ട് പൊക്കോളായിരുന്നു. ഇവരുടെ ചുമതലയാണോ വണ്ടാനത്ത് ICU ഉണ്ടോ ഇല്ലയോ എന്ന് വിളിച്ച് തിരക്കേണ്ടത്? അതോ നമ്മുടെ ചുമതലയാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകാരുടെ ചുമതലയല്ലേ? അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടി ഡോക്ടറുടെ ചുമതലയല്ലേ താലൂക്ക് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവിടെ ICU ഉണ്ടോ, അല്ല വണ്ടാനത്ത് വിളിച്ചിട്ട് തിരക്കേണ്ടത് അവിടെ ICU ഉണ്ടോ ഇല്ലയോ എന്ന് തിരക്കേണ്ടത് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവരുടെ ചുമതലയല്ലയോ? അതൊന്നും പറയാതെ ഞങ്ങളെ വണ്ടാനത്ത് വിട്ട്. വണ്ടാനത്ത് 6 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടാനത്ത് പോയി. വണ്ടാനത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ICU ഫുള്ളാണ്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ കോട്ടയത്ത് വിളിച്ചു, അവിടെ ഇല്ല. പിന്നെ VSME വിളിച്ചപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ വണ്ടാനത്തു നിന്ന് തിരിച്ച് ഞങ്ങൾ VSME വന്നു. അറിയോ, ഇത്രയും നേരം പുള്ളിക്ക് വേണ്ട ചികിത്സ കിട്ടിയില്ല. ഇത്രയും നേരം മാമന് വേണ്ട ചികിത്സ കിട്ടിയില്ല. ഇവരാദ്യമേ തന്നെ ഈ ഒബ്സർവേഷനിൽ ഇട്ടപ്പോൾ തന്നെ ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്തത്തില്ലായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ 5 മണി വരെ ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 5 മണി വരെ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ടു ചെന്നപ്പം? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഡയാലിസിസിനെ തുടർന്നുണ്ടായ മരണം എന്നതുപോലെ നമ്മൾ എടുത്തു പറയണം ഈ ആരോഗ്യ സംവിധാനത്തിന്റെ അനാസ്ഥ. അതായത് ഡോക്ടർമാർ അനാസ്ഥ കാണിച്ചു. ഏതു വഴിക്ക് ഈ രോഗിയെ മാറ്റണം, രക്ഷപ്പെടുത്തണം എന്നത് ചിന്തിച്ചത് പോലുമില്ല. വീട്ടിൽ നിന്നുണ്ടായതാണോ എന്ന് ചോദിക്കും. മാമന്റെ വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ മാമന് മാത്രമേ ഇത് വരത്തുള്ളൂ. എന്തുകൊണ്ട് ബാക്കി 4 പേർക്കുണ്ടായി? അതിനുള്ള ഉത്തരം എന്ത് ചെയ്യേ? മാമന് തന്നെ മാമന്റെ വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ മാമന് തന്നെ വരത്തുള്ളൂ. ബാക്കി 4 പേർക്ക് എങ്ങനെ വന്നു? അതുകൊണ്ട് ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരുടെയും ഡയാലിസിസ് യൂണിറ്റിൽ നിൽക്കുന്ന നേഴ്സുമാരെ അനാസ്ഥ മൂലം ഉണ്ടായ ഒരു അപകടമാണിത്. എന്റെ മാമനെ നഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഇതാണ്. അതായത് അണുബാധ അവിടെ നിൽക്കട്ടെ, അണുബാധയുണ്ട്, അതൊരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ അണുബാധയ്ക്ക് അപ്പുറം നിങ്ങളെ അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അതില് ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള മനസ്സ് പോലും ഇവർ കാണിച്ചില്ല. നിങ്ങളെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു. അവരെങ്ങനെ കാണിക്കാൻ? അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ അവിടെ വന്നിരുന്ന് സംസാരിക്കാനേ ഉള്ളൂ സമയം, അല്ലാതെ വരുന്ന രോഗികളെ നോക്കാൻ അവർക്ക് സമയമില്ല. താലൂക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാവരെയും കൂടെ പറയുക, അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള സമയമേ ഉള്ളൂ അവർക്ക്, അല്ലാതെ വരുന്ന ആൾക്കാരെ നോക്കാനുള്ള സമയമൊന്നുമില്ല അവർക്ക്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തെല്ലാം അഴിമതിയാണ് കാണിക്കുന്നത്? ഇത്രയും വയ്യാത്ത മനുഷ്യനോ? ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും അവർ കാണിച്ചില്ലല്ലോ ഞങ്ങളെ. ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ കയറി കാണിച്ചു. എൻ്റെ മാമന്റെ മോനെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞറിയാവോ? ഒന്നും കയറി കാണിച്ചില്ലല്ലോ. അവർ കയറി കാണിച്ചു, ഒന്നും കയറ്റി കാണിച്ചില്ലല്ലോ. കാണിക്കാൻ പറ്റത്തില്ലെന്ന്. അവളുമാരെന്തെല്ലാം തോന്നിയ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അകത്ത് കയറി കാണിക്കുന്നത്? അതൊന്നും വെളിയിലൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ മാമനുണ്ടായതുണ്ടായി, വേറെ വല്ലവർക്കും ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാനെ. കുറെ പാർട്ടിക്കാരുണ്ട്, എല്ലാം അങ്ങ് മടക്കും അങ്ങ്. യെസ്, ശരി ദേവിക ഹരികുമാർ, നിങ്ങളോട് നന്ദി പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമവും വേദനയും ഒക്കെ ഞങ്ങൾക്കറിയാം.